അന്താരാഷ്ട്ര ചാർലി ചാപ്ലിൻ അനുകരണ മത്സരത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ചിരിയില്ലാത്ത ഒരു ദിവസമാണ് ലോകത്തിലെ നഷ്ടപ്പെട്ട ദിവസം എന്ന് നമ്മളോട് വിളിച്ചു പറഞ്ഞ ചിരിയുടെ രാജാവായ മഹാനായ ചാർലി ചാപ്ലിന്റെ ചെരുപ്പിൽ കാൽ വയ്ക്കാൻ നിങ്ങൾ തയ്യാറാണോ? ചാപ്ലിന്റെ പ്രശസ്തമായ ചുണ്ടുപുഞ്ചിരി, താളത്തിലുള്ള നടത്തം, ഹൃദയസ്പർശിയായ ഹാസ്യം ഇവയൊക്കെയും വീണ്ടും നമുക്ക് ജീവിപ്പിക്കാം നിങ്ങളുടെ പ്രകടനത്തിലൂടെ. This is the time for elimination. Tu sedore, je notre soccofore, je notre citavore, je la tula tila tua. La spinach o la bouchon, sigarette portobello, sirocchi spaghetto, je la tula tila tua. ആവേശകരമായ ഈ മത്സരത്തിൽ വിജയിയായി മിസ്റ്റർ ആൻഡ്രൂസ് ചിരിയുടെ കിരീടം നേടിയിരിക്കുന്നു. കണ്ടിട്ട് മത്സരത്തിൽ പങ്കെടുത്ത ആരെ പോലും ഉണ്ടല്ലോ. ഇനി എന്റെ ട്രോഫി തട്ടിയെടുക്കാൻ പറ്റുമോ? എന്നാ പിന്നെ അത് കണ്ടിട്ട് തന്നെ കാര്യം. ചാപ്ലിൻ അനുകരണ മത്സരത്തില് എനിക്ക് കിട്ടിയ ട്രോഫിയായിരുന്നു. സാവേണ്ടി വന്നാലും ഞാനിതാർക്കും വിട്ടുകൊടുക്കില്ല. എന്ത് വേണം? ഹലോ മിസ്റ്റർ ആൻഡ്രൂസ്, പ്ലീസ് ഗിവ് യുവർ ഹാൻഡ്. അല്ല, നിങ്ങൾക്ക് എന്റെ പേരെങ്ങനെ അറിയാം? അനൗൺസ്മെന്റ് കേട്ടിരുന്നു. ചാപ്ലിൻ അനുകരണ കളിയിൽ താങ്കൾക്കാരുടെ ഒന്നാം സ്ഥലമാണ്. അതെ, പക്ഷെ നിങ്ങൾ ആരാണ്? ഞാനും പങ്കെടുത്തിരുന്നു. 2ാം സ്ഥാനം മാത്രമേ കിട്ടിയുള്ളൂ. അത് നിങ്ങളായിരുന്നല്ലേ? ഞാൻ കണ്ടിരുന്നു. അല്ല, ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം തോന്നുന്നത് കേട്ടു. നിങ്ങളുടെ പെർഫോമൻസ് വളരെ മോശമായി. യു ആർ റൈറ്റ് മിസ്റ്റർ ആൻഡ്രൂസ്. ചാപ്ലിനെ അനുകരിക്കുന്നതിൽ ശരിക്കും ഞാൻ പരാജയപ്പെട്ടു. ആ തിരിച്ചറിവ് നല്ലതാണ്. ചാപ്ലിന്റെ വിശ്വപ്രസിദ്ധമായ നടത്തം നിങ്ങൾ എങ്ങനെയാണ് സ്റ്റേജിൽ അവതരിപ്പിച്ചത്? എനിക്കത് കണ്ടിട്ട് സ്റ്റേജിലിട്ട് എന്നോട് ചാപ്ലിൻ നടക്കുന്നത് നിങ്ങൾ കാണിച്ചു പോലൊന്നും അല്ലടോ. ഞാൻ കാണിച്ചു തരാം.
കണ്ടോ, ഇത് ഇങ്ങനെ വേണം നടക്കാൻ. അല്ലേ നിങ്ങൾ കാണിച്ചു ഇങ്ങനെ 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 ഇങ്ങനെയൊന്നുമല്ല. തീർച്ചയായും ആൻഡ്രൂസ്, നിങ്ങൾ അഭിനന്ദനമാണ്. അതുകൊണ്ടാണല്ലോ എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയത്. അപ്പൊ ഇത് താങ്കളുടെ പേരെന്താണ്? ചാപ്ലിൻ. മുഴുവൻ പേര് പറയണം മിസ്റ്റർ. ചാർലി ചാപ്ലിൻ. എന്താ എന്താ? അതെ ആൻഡ്രൂസ്, നിങ്ങൾക്ക് നിൽക്കുന്നത് യഥാർത്ഥ ചാർലി ചാപ്ലിൻ എന്നല്ല. വിശ്വാസം വരുന്നില്ല അല്ലേ? ഇതാ എന്റെ ചാർലി. ചാർലി ചാപ്ലിൻ, ഫിലിം മേക്കർ. വെറുതെ ഒരു കൗതുകത്തിന് പുറത്താണ് ചാപ്ലിൻ അണിയറ മത്സരത്തിൽ പങ്കെടുത്തത്. രജിസ്റ്ററിൽ കള്ളപ്പേര് കൊടുത്തു, ഇല്ലെങ്കിൽ അവർ അഭിനയിക്കാൻ വിടില്ലല്ലോ. എനിക്ക് വിശ്വാസം പറ്റില്ല ചാപ്ലിൻ. എനിക്കും മത്സരത്തിൽ പങ്കെടുക്കുന്നത് വരെ സമ്മാനത്തിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു. യഥാർത്ഥ ചാപ്ലിനേക്കാൾ ചാപ്ലിനെ ആരായി അനുകരിക്കാനാണ്. പക്ഷേ എനിക്ക് ഞാനായി ജീവിക്കാനല്ലേ പറ്റൂ, അഭിനയിക്കാൻ പറ്റില്ലല്ലോ. എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല ചാപ്ലിൻ. എന്നോട് അങ്ങ് ക്ഷമിക്കൂ. മഹാനായ അങ്ങയുടെ മുന്നിലാണല്ലോ ഞാൻ ഇത്രയും നേരം. ശരി, മഹാനാണ്. ഒരു പക്ഷേ എന്നേക്കാൾ മഹാനാണ് താങ്കൾ. ദൈവം ഒരുപാട് പേരെ വിളിക്കുന്നു, ചിലരെ മാത്രം തിരഞ്ഞെടുക്കുന്നു. അതിലൊരാളാവാൻ എനിക്ക് ഭാഗ്യം കിട്ടുമെന്ന് മാത്രം. അങ്ങയുടെ വിനയം അത് മഹത്വത്തിന്റെ ലക്ഷണം തന്നെയാണ് ചാപ്ലിൻ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരെ മാത്രമേ ലോകം അറിയുന്നു. ഒരുപക്ഷെ തിരഞ്ഞെടുക്കപ്പെടാത്തവരും അറിയപ്പെടാത്തവരുമായിരിക്കും ധാരാളം പ്രതിഭകൾ താങ്കളെപ്പോലും. എന്നെ ലജ്ജിപ്പിക്കരുതേ ചാപ്ലിൻ. ഞാനൊരു സത്യം പറഞ്ഞു എന്ന് മാത്രം. മറ്റൊരു സത്യം കൂടി പറയാം. തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായി ഇതിനോടകം തന്നെ പത്രവാർത്തകൾ നിങ്ങളുടെ പേര് എത്തിക്കാണും. യഥാർത്ഥ ചാപ്ലിൻ അറിഞ്ഞ രണ്ടാമത് പിന്തള്ളുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ലോകം താങ്കളുടെ പുറകെ. അതൊന്നും എന്റെ മഹത്വം കൊണ്ടല്ല എന്ന് എനിക്കറിയാൻ ചാപ്ലിൻ. ഇപ്പൊ ഞാനൊരു കഥ ഓർക്കുകയാണ്. പണ്ട് യേശുക്രിസ്തു കഴുതപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർ ഓശാന ഓശാന എന്ന് പാടിക്കൊണ്ട് ഒലിവിലകൾ അത് കണ്ട ആ കഴുത വിചാരിച്ചു അതെല്ലാം തന്നെ കണ്ടുകൊണ്ടാണ്. അങ്ങനെ അഹങ്കാരമൂത്ത കഴുത യേശുക്രിസ്തുവിനെ തന്റെ പുറത്തു നിന്ന് തള്ളി താഴെയിട്ടു. അത്തരം ഒരു കഴുതയാവാതിരിക്കാൻ ഞാൻ ശ്രമിക്കാൻ ചാപ്ലിൻ. താങ്കൾ വീണ്ടും എന്നെ തോൽപ്പിച്ചിരിക്കുന്നതാണ്. തൽക്കാലം നമ്മൾക്കിപ്പോൾ പിരിയാം. ആ വിലാസത്തിൽ വരിക. താങ്കൾക്ക് എപ്പോഴും സ്വാഗതം. നന്ദി ചാപ്ലിൻ, നന്ദി. ഞാനിപ്പോൾ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ നടത്തിപ്പുകാരാണ്. ഇന്നിനി ആര് കണ്ടാലും ഈ മത്സരത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോകുന്ന ഒരാളായി മാത്രമേ കരുതൂ. ആൻഡ്രൂസ്, പ്രശസ്തി അത് പലപ്പോഴും ഒരു ശിക്ഷ കൂടിയാണ്. എത്ര കാലമാണെന്നറിയുമോ ഇങ്ങനെയൊന്ന് സ്വതന്ത്രമായി സഞ്ചരിച്ചിട്ട്. അപ്പോൾ ഹായ് ആൻഡ്രൂസ്, കാണുന്നു.
ലോകത്തിലെ വിശ്വപ്രസിദ്ധരായ ദുർമന്ത്രവാദിനികൾ. അല്ല, നിങ്ങൾ കുറെ നേരമായിട്ട് പറയണല്ലോ ഈ മഹാനായ ഷേക്സ്പിയർ എന്ന്. എന്നിട്ട് അയാൾ എവിടെ? ആ വരവ് താങ്കളെ സംബന്ധിച്ച് അത്ര സുഖകരമായിരിക്കില്ല. അത് ഞാൻ ഷേക്സ്പിയർ പറ്റി എന്താണ് പ്രശ്നം? ഉണ്ടല്ലോ, പ്രശ്നമുണ്ടല്ലോ. അതെന്താണെന്നല്ലേ ചോദിച്ചത്? അദ്ദേഹം തന്നെ പറയും. നിങ്ങളെ പേരുകൾ കണ്ടോ? മഹാനായ വില്യം ഷേക്സ്പിയറുടെ പേരുകൾ. ഒഥല്ലോയും ഹാംലെറ്റും കിങ് ലിയറും മാക്ബത്തും എഴുതിയ വിശ്വപ്രസിദ്ധമായ പേരുകൾ. ഈ പേനകൾ ചിലപ്പോൾ മഷി അന്വേഷിച്ച് താങ്കളുടെ ചങ്കിലേക്ക് തുളഞ്ഞു കയറിയേക്കാം. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ ചാർലി ചാപ്ലിൻ അല്ല എന്ന്. അതെ, നിങ്ങൾക്ക് ആള് മാറിയതാ. ഞാൻ ചാർലി ചാപ്ലിൻ അല്ല. എന്നെ ഒന്ന് നോക്കിക്കേ, എനിക്ക് അദ്ദേഹത്തിനേക്കാളും ഉയരം കൂടുതലില്ലേ? എന്റെ നിറം നോക്കിക്കേ, ഞാൻ അദ്ദേഹത്തിനേക്കാളും കറുത്തവനല്ലേ? ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ആള് മാറിയത്? ഞാൻ ചാർലി ചാപ്ലിൻ അല്ലെന്നേ. ചാപ്ലിന്റെ അനുകരണ മത്സരത്തിൽ പങ്കെടുത്ത ഒരു നടൻ മാത്രമാണ് ഞാൻ. അവിടെ നിന്നും മടങ്ങുമ്പോഴാ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ ഇവിടെ പിടിച്ചോണ്ട് പോകും. നിങ്ങൾ യഥാർത്ഥ ചാർലി ചാപ്ലിൻ അല്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ആരും താങ്കളെ രക്ഷിക്കില്ല. കാരണം ഷേക്സ്പിയറിന്റെ പേരുകളെ ഞങ്ങൾക്ക് പേടിയാണ്. ഷേക്സ്പിയർ പറഞ്ഞു ചാർലി ചാപ്ലിനെ എന്റെ മുന്നിൽ കൊണ്ടുവരിക എന്ന്. കുറെ നാളായി ശ്രമിക്കുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ഇങ്ങോട്ട് നടക്കുന്ന ലക്ഷണവും കാണുന്നില്ല. അപ്പോഴാണ് ഈ മത്സരത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടത്. തന്നെ ഒരു ഐഡിയ. മത്സരത്തിൽ നിന്നും ഒരു വേഷക്കാരനെ തട്ടിയെടുത്തു കൊണ്ടുവരിക, യഥാർത്ഥ ചാർലി ചാപ്ലിനായി ഷേക്സ്പിയർ സമക്ഷം ഹാജരാക്കുക. ഇനി ഒരു സത്യം പറയാം, നിങ്ങൾ യഥാർത്ഥ ചാർലി ചാപ്ലിൻ അല്ല എന്നതുപോലെ അദ്ദേഹം യഥാർത്ഥ ഷേക്സ്പിയർ അല്ല. അറിയാമല്ലോ. അല്ലെങ്കിൽ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മരിച്ചുപോയൊരു മനുഷ്യൻ ഇവിടെ എന്നെ സ്വീകരിക്കാൻ വരുന്നത് നിങ്ങൾ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ മാത്രം അത്ര വിദ്യൊന്നുമല്ല ഞാൻ. ഷേക്സ്പിയറോടുള്ള ആരാധന മുതൽ ഭ്രാന്തെടുത്ത് പോയതാണ് പ്രൊഫസർ. പേരെന്തുമാകട്ടെ, ഞങ്ങൾ ലോർഡ് ഷേക്സ്പിയർ എന്ന് വിളിക്കുന്നു. താൻ യഥാർത്ഥ ഷേക്സ്പിയർ തന്നെയാണ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്നത്. താങ്കളും അങ്ങനെ വിശ്വസിക്കുന്നതായി നടിക്കുന്നതായിരിക്കും താങ്കളുടെ ശരീരത്തിന് നല്ലത്. ഒന്ന് വ്യക്തമാക്കി പറയാമോ? അദ്ദേഹത്തിന്റെ പേരുകൾക്ക് ചിലപ്പോൾ രക്തദാഹം ഉണ്ടാകും. അതായത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞില്ലേ, ആ പേനകൾ ചിലപ്പോൾ നിങ്ങളുടെ ചങ്കിൽ തുളഞ്ഞു കയറിയേക്കാമെന്ന്. അല്ല, മഹാനായ ഷേക്സ്പിയറായി സ്വയം വിചാരിക്കുന്നതാണ്. അതിലെന്ത് അത്ഭുതം! എഴുത്തുകാരൻ തന്നെ തന്നെ പകർത്തി എഴുതുകയാണ്. മാത്രമല്ല, കാഷ്യസും മാക്ബത്തും അയാളിൽ തന്നെയുണ്ട്. ആ പേനകൾ കൊണ്ടാണ് ഷേക്സ്പിയറായ താൻ മാസ്റ്റർപീസുകൾ രചിച്ചതെന്ന് അദ്ദേഹം സങ്കല്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പേനകളിൽ ചിലപ്പോൾ കാഷ്യസും മാക്ബത്തും ആവേശിക്കുന്നു. ഈ പേനകൾ തുളഞ്ഞു കയറി ഇവിടെ നിന്ന് ഓടിപ്പോയ വേലക്കാർക്ക് കണക്കില്ല. ഞങ്ങൾ ഓരോ വിധം പിടിച്ചു നിൽക്കുന്നു. കാരണം കാശ് കിട്ടുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ആരും ബന്ധത്രവുമില്ല. അപ്പൊ കാശ് കിട്ടുന്ന കാര്യമാണ്. ഇങ്ങനെ വരട്ടെ. പേടിക്കണം, ശരിക്കും പേടിക്കണം. അദ്ദേഹം ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ മഹാനായ നാടകത്തിന് മുന്നിൽ നമ്മൾ മറ്റൊരു നാടകം അവതരിപ്പിക്കുന്നു. നിങ്ങൾ വിജയിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഓ മിസ്റ്റർ ചാപ്ലിൻ, അതെ, സംശയമില്ല, നിങ്ങൾ ചാർലി ചാപ്ലിൻ തന്നെ. ഞാൻ നിഷേധിക്കുന്നില്ല. സോറി മിസ്റ്റർ ചാപ്ലിൻ, നിങ്ങളെ ഈ വിധം എത്തിക്കേണ്ടി വന്നതിൽ
എനിക്കറിയാൻ ഖേദമുണ്ട്. പക്ഷെ അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. അതിലെന്താ സംശയം? നിങ്ങൾ തന്നെയാണല്ലോ യഥാർത്ഥ ചാർലി ചാപ്ലിൻ. ആണല്ലോ ഞാൻ അല്ല, ഞാൻ യഥാർത്ഥ ചാർലി ചാപ്ലിൻ തന്നെയാണെങ്കിൽ എങ്കിൽ നിങ്ങൾ മാപ്പ് പറഞ്ഞേ മതിയാവും. മാപ്പ് എന്തിന്? എന്തിനോ നിങ്ങളാണോ ചോദിക്കുന്നത് എന്തിനെന്ന്? അതെ, ഞാൻ തന്നെ ചാപ്ലിൻ, ചാർലി ചാപ്ലിൻ. എങ്കിൽ പറയൂ, ഞാൻ ആരാണ്? നിങ്ങൾ ആരാണ്? നിങ്ങൾ വില്യം ഷേക്സ്പിയർ, മഹാനായ കവി, മഹാനായ നാടകകൃത്ത്, വിശ്വസാഹിത്യത്തിന്റെ ശുക്രനക്ഷത്രം. അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും പറയാൻ ഉദ്ദേശിച്ചത്. ആണല്ലോ. തീർച്ചയായും. അതായത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉദാത്തമായ പ്രേമകാവ്യം റോമിയോ ആൻഡ് ജൂലിയറ്റ് അതെന്റെ ഭാവനയായിരുന്നു. വിശ്വാസത്തിന്റെയും വിശ്വാസഭംഗത്തിന്റെയും കഥ പറഞ്ഞ ഒതല്ലോ അതും എന്റെ ഭംഗി. പിന്നെ മാക്ബത്തിലെ ഞാൻ ദുർമന്ത്രവാദികളാൽ അനുഗ്രഹിച്ചത് എന്തായിരുന്നു? നിങ്ങൾ ആരാണ്? പ്രഭു, മാക്ബത്തിന് സ്വാഗതം. കൗണ്ടർ പ്രഭു, മാക്ബത്തിന് സ്വാഗതം. സൈന്യാധിപനും രാജാവായി തീരാൻ പോകുന്ന മാക്ബത്തിന് സ്വാഗതം. നിങ്ങൾക്ക് എന്നോട് എന്താണ് പറയാനുള്ളത്? താങ്കൾ രാജാക്കന്മാരെ സൃഷ്ടിക്കും. പറയൂ, എന്നോടെല്ലാം തുറന്നു പറയൂ. നമ്പരം ടാൻസാനിയയിലെത്താതെയും സ്ത്രീ പ്രസവിക്കാത്ത പുരുഷനാൽ അല്ലാതെയും നീ മരിക്കുകയില്ല. ഞാൻ ദുർമന്ത്രവാദികളാൽ അനുഗ്രഹിപ്പിച്ചു. എന്നിട്ടോ വർണ്ണം വനം ടങ്സാനിയയിലെത്തി. മെൽക്കോമിനെ അമ്മ ശ്രമിക്കുകയായിരുന്നില്ല, വയറ് കീറി പുറത്തെടുക്കുകയാണ്. പറയൂ, എന്തൊരു മഹത്തായ ഭാവനയായിരുന്നു അത്. പിന്നെ നിങ്ങൾ എങ്ങനെ ധൈര്യപ്പെട്ടു ആ പ്രസ്താവന നടത്താൻ? ഏത് പ്രസ്താവന? വിദ്വേഷ സ്ക്രീനിൽ മതി. താങ്കളുടെ പ്രസ്താവന ലോകമെങ്ങുമുള്ള പത്രങ്ങളിൽ അച്ചടിച്ചു വന്നതാണ്. അതിൽ ഏത് പ്രസ്താവനയാണ് താങ്കൾ ഉദ്ദേശിച്ചത് എന്നൊന്ന് വ്യക്തമാക്കും. വിദ്വേഷം ജീവിതത്തിനുമാകണമെങ്കിൽ ആയിക്കോളൂ. താങ്കളുടെ മറ്റു പ്രസ്താവനകളൊന്നും എനിക്ക് ഗവനിക്കേണ്ട ആവശ്യമില്ല. താങ്കളുടെ കൃതികളെ പറ്റി, അതെ, താങ്കൾ പറഞ്ഞത് അങ്ങനെ തന്നെയായിരുന്നു. ഷേക്സ്പിയറിന്റെ കൃതികളൊന്നും എനിക്കിഷ്ടമല്ല. താങ്കൾക്ക് അത് നിഷേധിക്കാൻ സാധിക്കുമോ? ഓക്കെ ഓക്കെ. അല്ല, ചാപ്ലിൻ എങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു എന്ന് വിവരിക്കുന്നത് അതിന് ഞാൻ എന്ത് വേണം? നിങ്ങൾ തന്നെയാണ് യഥാർത്ഥ ചാർലി ചാപ്ലിൻ. നിങ്ങൾ മറക്കുന്നു. ഞാൻ തന്നെയാണല്ലോ യഥാർത്ഥ ചാർലി ചാപ്ലിൻ. അതിന് ഞാൻ എന്ത് വേണം?
നിങ്ങൾ ആ പ്രസ്താവന പിൻവലിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ഓ, അങ്ങനെ ഉണ്ടാകും. രേഖാമൂലം ആവശ്യപ്പെടുകയും ചാപ്പിന്റെ അഡ്രസ്സിൽ എത്തിച്ചു തരികയുമായിരുന്നു. ഒന്നല്ല പല പ്രാവശ്യം. എന്തൊരു മനുഷ്യനാണ് ഈ ചാപ്ലിൻ. എന്നിട്ട് ചാപ്ലിൻ അതൊന്നും അനുസരിച്ചു. ചാപ്ലിൻ തന്റെ മണ്ടകളെ നിർത്ത്. താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അറിയില്ലെന്നടിക്കുന്നു. താങ്കൾ ആ പ്രസ്താവന പിൻവലിച്ചൊരു പത്രക്കുറിപ്പ് ഇറക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. പക്ഷേ താങ്കൾ അത് ഇതുവരെ ചെയ്തില്ല. അതായത് താങ്കൾ ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു എന്നർത്ഥം. അതെ, ഞാൻ ആ പ്രസ്താവന ഉറച്ചു നിൽക്കും. എന്തിനാ? അല്ല, ചാപ്ലിനും ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. നിങ്ങൾ തന്നെയാണോ ചാപ്ലിൻ? ഞാൻ തന്നെയാണല്ലോ ചാപ്ലിൻ. എങ്കിലും ഞാൻ മുഖാമുഖം നിന്ന് ആവശ്യപ്പെടുന്നു. താങ്കൾ ആ പ്രസ്താവന പിൻവലിച്ചേ മതിയാവും. പിൻവലിക്കുന്നോ ഇല്ലയോ? ഇല്ലെങ്കിൽ പേരൊന്ന് ചങ്ങി തുളച്ചു കയറും. മണ്ടക്കളി. ഞാൻ ചോദ്യത്തിന് മറുപടി പറ. താങ്കൾ ആ പ്രസ്താവന പിൻവലിക്കുന്നോ ഇല്ലയോ? ഇല്ല. ഇതാ ഞാൻ ഒരിക്കൽ കൂടി തന്നെ ഓർമ്മിക്കുന്നു. ആ പ്രസ്താവന പിൻവലിച്ചാൽ മതിയാവും. ഷേക്സ്പിയറുടെ മഹത്വത്തിന് നേരെ കളിയാക്കി ശിക്ഷ താൻ അനുഭവിക്കും. ഇപ്പോൾ പറ, താങ്കൾ ആ പിൻവലിക്കുന്നോ ഇല്ലയോ? എന്നോട് ക്ഷമിക്കൂ ലോർഡ് ഷേക്സ്പിയർ. കൊള്ളാം കൊള്ളാം. എന്റെ തലച്ചോറിൽ സൂര്യോദയം ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു. വൈകി വരുന്ന വിവേകം ഒരിക്കലും വരാത്ത വിവേകത്തെക്കാൾ നല്ലതാണ്. എന്നോട് ക്ഷമിക്കൂ ലോർഡ് ഷേക്സ്പിയർ. ചാപ്ലിൻ അങ്ങയോട് ക്ഷമിക്കണം. ഇനി ഇത് ചാപ്ലിൻ ലോകത്തിന് മുന്നിൽ ആവർത്തിക്കും. ചാപ്ലിൻ പശ്ചാത്തപിക്കുന്നു. ലോർഡ് ഷേക്സ്പിയറുടെ മഹത്വം അദ്ദേഹം ലോകത്തിന് മുന്നിൽ ഏറ്റു പറയും. ക്ഷമിക്കൂ ലോർഡ് ഷേക്സ്പിയർ. എന്തായി ഒരു പ്രാവശ്യം ക്ഷമ ചോദിച്ചാൽ തരാതിരിക്കാൻ മാത്രം വിശാലമനത്തിനല്ല ഈ ഷേക്സ്പിയറും നിങ്ങൾ കരുതി. അതല്ല, ഞാൻ ചാപ്ലിൻ, ചാർലി ചാപ്ലിൻ ആ പ്രസ്താവന പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് വീണ്ടും വീണ്ടും ഒച്ചത്തിൽ വിളിച്ചു പറയാനും ആഗ്രഹിക്കുന്നു. എനിക്ക് ഷേക്സ്പിയറിന്റെ കൃതികൾ ഇഷ്ടമല്ല. അതിൽ നിറയെ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും മാത്രം ദുഃഖമാണ്. എന്നാൽ ഈ ചാപ്ലിന്റെ ദുഃഖം തെണ്ടികളുടെ ദുഃഖം. ഈ ലോകത്തിലെ മുഴുവൻ യാചകരുടെയും ദരിദ്രരുടെയും. എന്തുകൊണ്ടെന്നാൽ ചാപ്ലിനും ഒരിക്കൽ അവരിൽ ഒരാളായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. തമാശ പറയുന്നു. ലോകത്തിലെ ഏറ്റവും അധികം കാറുകളുടെ ഉടമയായ ശനിയുടെ രാജകുമാരനായ ചാപ്ലിൻ വെറും തെരുവ് തെണ്ടിയായിരുന്നു. അവിശ്വസനീയം. വിശ്വസിക്കണം, അതാണ് സത്യം. ഭ്രാന്തിയായി തീർന്ന അമ്മ കണ്ണുനീർ വാക്കുകൊണ്ടിരുന്ന 8 വയസ്സുകാരനെ അവനോട് അമ്മ പറയുമായിരുന്നു, ആ സമയത്ത് ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഭ്രാന്ത് വരില്ലായിരുന്നു. അങ്ങനെ ഒരു ചായ കുടിക്കാനുള്ള മോഹം ഭ്രാന്തായി തീർന്ന അമ്മയെയും ഒരുപക്ഷെ ഈ ലോകം അറിയില്ല. നല്ല ഡയലോഗ്, പക്ഷേ ഒട്ടും കാവ്യഭംഗിയില്ല. ഇത് ഡയലോഗ് ഒന്നുമല്ല ലോർഡ് ഷേക്സ്പിയർ. സത്യത്തിന് കാവ്യഭംഗിയും ചമത്കാര ഭംഗിയും ഒന്നും ഉണ്ടാകുന്നില്ല. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തന്റെ പപ്പയെ തേടി തെരുവിൽ ഏകനായി അലഞ്ഞു കിടന്നിരുന്ന ആ കുട്ടിയെ എനിക്കറിയാം. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അവന്റെ അമ്മയുടെ നിറഞ്ഞ കണ്ണുകളിൽ നോക്കി ദുഃഖിച്ചിരിക്കുന്ന അവന്റെ പൊള്ളൽ എനിക്കറിയാം. മഹാബോധ്, ഒട്ടും ദുരന്ത ഗംഭീരമില്ല. ഇത് ചെറിയ മനുഷ്യരുടെ ചെറിയ ദുഃഖമല്ലേ ലോർഡ് ഷേക്സ്പിയർ. അത് നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഗാംഭീര്യമൊന്നും ഉണ്ടാകുന്നില്ല. സാഗരങ്ങളുടെ അലർച്ചയിൽ വിലാപത്തെ കേൾക്കുന്നവർ കുട്ടിയടരുന്ന ഉദകപ്പോളകളുടെ നിലവിളികൾ എങ്ങനെ കേൾക്കാം? തുടരൂ ചാപ്ലിൻ, ഞങ്ങളുടെ കാതുകൾ സാഗരങ്ങൾക്ക് നേരെയല്ല.
പിന്നീടൊരിക്കൽ അവൻ അവന്റെ പത്നിയെ കൊന്നു. മഹാനായ നടൻ, പക്ഷേ മദ്യത്തിന് സ്വയം വിട്ടുകൊടുത്തവൻ, മദ്യം തകർത്തവൻ. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരു ശവഘോഷയാത്രയാണ്. ഈ രംഗത്തിൽ നാടകീയതയൊക്കെയുണ്ട്. ആംബുലൻസിലെ കഥാപാത്രത്തിന്റെ സ്വപ്നാടനം പോലെ. എന്റെ പപ്പ മറ്റൊരു സ്ത്രീയെ സ്വീകരിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പെട്ടി അദ്ദേഹത്തിന്റെ നാടക കമ്പനി എന്റെ മമ്മിക്കാണ് കൊടുത്തത്. അതിൽ അദ്ദേഹത്തിന്റെ കുറച്ച് പഴയ വസ്ത്രങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാണ് എനിക്ക് ആകെ കൂടെ ലഭിച്ച പിതൃസ്വത്ത്. അല്ല, അതിനകത്തുനിന്ന് എനിക്കൊരു വെള്ളി നാണയം കിട്ടിയിരുന്നു. ആ നിമിഷം എന്റെ പപ്പയുടെ മരണത്തിൽ ഞാനേറെ സന്തോഷിച്ചു. എന്റെ പപ്പ മരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് വെള്ളി നാണയം കിട്ടുമായിരുന്നു. അക്കാലത്തൊരു വെള്ളി നാണയം ചാപ്ലിന്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു. അതാണ് നിങ്ങൾ ഇന്ന് കാണുന്ന ലോകമറിയുന്ന ചാപ്ലിന്റെ ഭൂതകാലം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പഴയ വസ്ത്രങ്ങളെല്ലാം തന്നെ തെരുവുകളിൽ അലഞ്ഞു നടന്നിരിക്കുന്നു. ഒരു ഉടുപ്പ് പോലും സ്വന്തമായിട്ടില്ലാത്തത് കൊണ്ട് ദരിദ്രവാസി എന്ന് മുദ്രകുത്തപ്പെട്ടു വരും. 12-ാം വയസ്സിൽ സ്വന്തം സഹോദരൻ ദാരിദ്ര്യം മൂലം കപ്പൽ ജോലിക്ക് പോയപ്പോൾ ഏറെ വേദനയോടെ കണ്ടു നിന്നവൻ 8-ാം വയസ്സിൽ ദരിദ്രക്കാരുടെ തൊഴിൽശാലയിൽ പണിയെടുക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടു. ഇല്ല, ചെയ്യാത്ത കുറ്റങ്ങളുടെ പേരിൽ ആ തൊഴിൽശാലയുടെ മെസ്സിരി എന്റെ പുറത്തേൽപ്പിച്ച ചൂരന്റെ പൊള്ളൽ അതെന്റെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല ലോർഡ് ഷേക്സ്പിയർ. അതുകൊണ്ട് ചാപ്ലിന്റെ ഭൂതകാലം കണ്ടത് ദരിദ്രരുടെയും യാചകരുടെയും ദുഃഖമാണ്. അതുകൊണ്ട് തന്നെ ചാപ്ലിന്റെ ദുഃഖവും അവരുടെ ദുഃഖമാണ്. യാചകരെയും ദരിദ്രരെയും തെരുവ് തെണ്ടികളെയും സൃഷ്ടിക്കുന്ന എല്ലാ സാമൂഹ്യ വ്യവസ്ഥിതികളെയും ഞാൻ വെറുക്കുന്നു. നാശം വിതയ്ക്കുന്ന യുദ്ധങ്ങളെയും അവ സൃഷ്ടിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതികളെയും ഞാൻ വെറുക്കുന്നു. താഴെത്തട്ടിലുള്ളവരുടെ ദുഃഖത്തെ കാണാത്ത എല്ലാ സാഹിത്യ സൃഷ്ടികളെയും ഞാൻ വെറുക്കുന്നു. ഓഹോ, ഈ ഷേക്സ്പിയർ? അതെ, ഞാൻ വീണ്ടും പറയുന്നു, ഷേക്സ്പിയറിന്റെ കൃതികളിൽ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും മാത്രം ദുഃഖമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവയെയും വെറുക്കുന്നു. എങ്കിൽ ഞാനും വെറുക്കുന്നു. ഷേക്സ്പിയറുടെ മഹത്വത്തെ തള്ളിപ്പറഞ്ഞ തന്റെ ഈ നാവിനെ അതുകൊണ്ട് തന്നെ ഞാൻ നിശബ്ദരാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പറയൂ, ഷേക്സ്പിയറുടെ മഹത്വത്തെ കുറിച്ച് പറയൂ. ഒതല്ലോ, ജൂലിയസ് സീസർ, ഹാംലെറ്റ്, മാക്ബെത്ത് ഇവയെല്ലാം ജീവിതത്തിന്റെ ചരിത്ര മുഹൂർത്തങ്ങൾ, ചരിത്ര ഇതിഹാസങ്ങൾ. പറയൂ, ഷേക്സ്പിയറുടെ കൃതികളെല്ലാം മാത്രമായിരുന്നു പറയൂ. അരുന്ധതി നക്ഷത്രങ്ങളെക്കാൾ ഉജ്ജ്വലതാരക്കാരെന്ന് പറയൂ. ഈ ചാപ്ലിൻ അതിന്റെ വെറും ഒരു ആരാധന പാത്രമായിരുന്നു പറയൂ. പറയൂ, പറയൂ. ഒരിക്കലും ഞാനത് പറയില്ല. ചാപ്ലിൻ തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം, ചാപ്ലിൻ തന്റെ പ്രസ്താവനയിൽ വിശ്വസിക്കുന്നിടത്തോളം കാലം ഞാനത് മാറ്റി പറയില്ല. എങ്കിൽ നിനക്ക് രക്തം കൂടാതെ മറുപടി പറഞ്ഞാ പറ്റൂ. പറയൂ, ഷേക്സ്പിയർ മഹാനാണെന്ന് പറയൂ. ഷേക്സ്പിയർ മാത്രമായിരുന്നു പറയൂ. നിങ്ങളുടെ ജാതകളി ഇതോടെ നിർത്തണം. യജമാനനോടോ കൽപ്പിക്കുന്നത്? പക്ഷെ ഞങ്ങൾ അടിമകളല്ല. വേറെ
തന്നെയാണ്. പക്ഷെ അത് അങ്ങനെയല്ല എന്ന് പറയാനുള്ള അവകാശം ചാർലി ചാപ്ലിനുണ്ട്. ചാപ്ലിൻ, നിങ്ങൾ പറഞ്ഞ ഭൂതകാലം സത്യമാണെങ്കിൽ യഥാർത്ഥ ഷേക്സ്പിയർ പോലും അത് വിശ്വസിക്കും. സത്യമാണ്, പരിപൂർണമായും സത്യമാണ്. ചാപ്ലിൻ അനുകരണം പൂർണ്ണമാകണമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഭൂതകാലത്തെ പറ്റി പഠിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അങ്ങനെയാണ് ഞാൻ തെരുവുതണ്ടിയായ ചാപ്ലിനെ കണ്ടെത്തിയത്. ചാപ്ലിൻ സിനിമയിലെ നായകൻ എങ്ങനെ ഒരു തെരുവുതണ്ടിയായെന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. ഒന്ന് ഓർത്തു നോക്കൂ, ഭ്രാന്തം വിശപ്പ് മാത്രം ഒസ്യത്തായി കിട്ടിയവരാണ് ഈ ലോകത്തെ മുഴുവൻ ചിരിപ്പിക്കുന്ന കോമാളിയായി മാറി. സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും, ചാപ്ലിന്റെ ചിരി അത് വെറും ചിരിയായിരുന്നില്ല, അതൊരു നീണ്ട കരച്ചിലായിരുന്നു എന്ന്. കരയുന്ന കോമാളി. പഴയ സ്ഥലത്ത് എത്തിച്ചിരിക്കുകയാണല്ലോ. എനിക്ക് ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നത്? ചാപ്ലിൻ പറഞ്ഞതുപോലെ ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളായി മാറിയിരിക്കുന്നു. പണവും പ്രശസ്തിയും സമ്പത്തുമെല്ലാം എന്നെ തേടി വരുമായിരിക്കുമോ? ചാപ്ലിൻ, ചാപ്ലിൻ, എനിക്ക് ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്ക് അറിയില്ല ചാപ്ലിൻ. എന്തൊക്കെയോ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ. ആൻഡ്രൂസ്, നീ എന്റെ ചുമലുകളെ ധരിക്കുന്നു, എന്റെ കൊടുങ്കാറ്റുകൾക്കുള്ള ചിരി നീ പുതയ്ക്കുന്നു. ഞാൻ ഒരിക്കലും ഒരു നേതാവാൻ ആഗ്രഹിച്ചിരുന്നില്ല. എല്ലാവരെയും ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഞാൻ ആഗ്രഹിച്ചു. ആൻഡ്രൂസ്, എന്റെ ജീവിതം ഒരു സമരമായിരുന്നു. ഭക്ഷണമില്ലാതെ കൊടുന്തണുപ്പിൽ ഉച്ചത്തിൽ കരഞ്ഞു പിച്ചെടുത്ത ഒരു ബാല്യം. അവയെല്ലാം ഞാൻ എന്റെ കഥാപാത്രങ്ങൾക്ക് സംഭാവനയായി നൽകി. പക്ഷെ ഈ ലോകമുണ്ടല്ലോ, അവരതിനെ ചിരിച്ചുകൊണ്ടാണ് കണ്ടത്. അന്ന് ഞാൻ മനസ്സിലാക്കി, നമ്മുടെ ദുഃഖം അവർക്ക് ചിരിയാണെന്ന്. അങ്ങയുടെ വേഷം കെട്ടാൻ പറ്റിയത് തന്നെ എന്റെ ജീവിതത്തിലെ മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. അടിമത്തത്തിനും സർവാധിപത്യത്തിനുമെതിരെ ഒരിക്കൽ ഞാൻ എന്റെ സിനിമയിലൂടെ ശബ്ദിച്ചു. എന്റെ ആ പ്രവൃത്തി പലരുടെയും നിദ്രാഭംഗത്തിന് കാരണമായിട്ടുണ്ട്. അവരെല്ലാം എന്റെ രക്തത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. അവർ താങ്കൾക്ക് പിന്നാലെ ഉണ്ടാവും. അല്ല, ഈ ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ച അങ്ങേക്ക് ശത്രുക്കളോ? I am the dictator of Tamania. The world shall kneel before me. I am the great dictator. I am the great dictator.
പ്രതിരോധം അത് ശക്തമാക്കേണ്ട സമയത്താണ് ലോകം എന്റെ കീഴ്വഴക്കങ്ങളെ കളിയാക്കുന്നത്. ഞാൻ ആശയത്തിനുള്ളതല്ല, ഭീതിക്കായുള്ളതാണ്. അയാളോട് എന്നെ ഒന്ന് കൊണ്ടുവരൂ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച കോമാളിത്തം ഇപ്പോൾ ഇവിടെ ഒന്ന് കാണിക്കുക. നിന്റെ ഈ കോമാളിത്തരം കാരണം എനിക്കും ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. അതിന് ലോകത്തെ എപ്പോഴെങ്കിലും ഉറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടോ ഹിറ്റ്ലർ? ഞാൻ പഠിക്കാൻ ജനിച്ചവനാണ്. എന്റെ ചിന്തകൾ ലോകത്തിൽ വഴികാട്ടിയാണ്. ലോകമേ ലോകമേ ലോകമേ, നീ ഇത് കേട്ടില്ലേ? ഞാൻ ഈ മുഖം കൊണ്ട് ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ചപ്പോൾ നീ നിന്റെ ഈ മുഖം കൊണ്ട് ലോകത്തിന് എന്താണ് നൽകിയത്? കണ്ണുനീർ മാത്രം. എനിക്ക് വേണമെങ്കിൽ എല്ലാ ജൂതന്മാരും കൊന്നുകളയാമായിരുന്നു. പക്ഷെ ഞാൻ അവരെ കുറച്ചുപേരെ ജീവിക്കാൻ അനുവദിച്ചു. കാരണം നാളെ ഈ ലോകമറിയണം എന്തിനാണ് ഞാൻ ജൂതന്മാരെ തിരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന. ഒരു മുഖം കൊണ്ട് ഒരാൾ ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ചപ്പോൾ മറ്റൊരു മുഖം കൊണ്ട് മറ്റൊരാൾ ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ചു. എന്നാൽ ചരിത്രം ഓർക്കുന്നത് ആരെയാണ്? കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് എത്തുക ആരാണ്? മഹാനായ ചാപ്ലിൻ. ഇവിടെ എന്നെ കാത്തിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. എന്തു തന്നെ ആയാലും അങ്ങയുടെ പേരിൽ ഞാൻ അഭിമാനത്തോടെ ഏറ്റെടുക്കുന്നു. ഈ ചരിത്രത്തിലെ ഏറ്റവും നീചനായ ഏകാധിപതിക്കെതിരെ ധീരമായി തന്നെ വിരൽ ചൂണ്ടി. നിന്റെ ചിരി അത് വെറും ചിരിയായിരുന്നില്ല ചാപ്ലിൻ, ചിരിയായിരുന്നില്ല. നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയും കരച്ചിലുമായിരുന്നു. നീ ചരിത്രത്തിലെ ഒരേ ഒരു ചിരിക്കാത്ത കോമാളി. Gentile, black man, white. We all want to help one another. Human beings are like that. We want to live by each other's happiness, not by each other's misery. We don't want to hate and despise one another. In this world there's room for everyone, and the good earth is rich and can provide for everyone. The way of life can be free and beautiful, but we have lost the way. We